എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനവിടെ 2 വറ്റൽമുളക് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു വറ്റൽമുളക് ഒന്ന് മൂത്ത് വരണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനവിടെ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ആ ഒരു എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. ആ സവാള ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വെണ്ടയ്ക്കയാണ് കേട്ടോ. ഞാൻ ഇതിൽ അധികം വലിയ വെണ്ടയ്ക്കല്ല എടുത്തിരിക്കുന്നത്, ഇത്തിരി ചെറിയ വെണ്ടയ്ക്കയാണ്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ എണ്ണയിൽ കിടന്ന് ആ വെണ്ടയ്ക്ക് സവാളയും നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തക്കാളിക്കും സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി കൊടുക്കാം. ഒതുക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് അധികം വെന്ത് ഉടയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പം ഞാനവിടെ ഒരു 5 മിനിറ്റ് ഒന്ന് ആയ ശേഷം ഞാൻ മൂടി ഇളക്കിയാണ്. നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 സ്പൂൺ അളവിൽ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ആ മസാല എല്ലാം ഈ ഒരു തക്കാളിയിലും അതുപോലെ തന്നെ സവാളയിലെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ അളവിൽ തേങ്ങ ചതച്ചതാണ്. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ ഒരു വലിയ സ്പൂൺ അളവിൽ തേങ്ങ ചതച്ചെടുത്തതാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലൊന്ന് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അധികം ഉപ്പ് കൂടണ്ട കേട്ടോ. നമ്മളിതിൽ പപ്പടം ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ധാരാളം ഉപ്പുണ്ടല്ലോ. ഇനി ഞാൻ ഇവിടെ 3 പപ്പടം ഇതുപോലെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി തീ കത്തിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 1 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്യണ വരെ ഒന്ന് കത്തിച്ചതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് അധികം ഇനി ഒന്നും ചെയ്യണ്ട, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ആ ഒരു പപ്പടം ഇരിക്കുള്ളൂ. ഇനി നമ്മൾ തീ കത്തിക്കും തോറും ആ ഒരു പപ്പടമൊക്കെ കുതിർന്ന് പോകാതുണ്ട്. മറ്റേ ഇതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആ പപ്പടം നല്ലതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു പപ്പടത്തോരാനും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും മാത്രം മതി കേട്ടോ. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പപ്പടവും അതുപോലെ തന്നെ തക്കാളിയും സവാളയൊക്കെ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരാനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.